നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ ലാസ്റ്റ് 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിലാകെ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് അഖിൽ മാരാർ ബിഗ് ബോസിൻ്റെ ജെന്യൂനിറ്റിയെക്കുറിച്ച് വെളിപ്പെടുത്തിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അതായത് ബിഗ് ബോസ് മത്സരം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മളാണ് അതിൻ്റെ വിന്നറെ സെലക്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ അതിൽ ആര് പുറത്തു പോകണം, ആര് നിൽക്കണമെന്ന് പ്രേക്ഷകൻ്റെ വോട്ടിങ്ങിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇതെല്ലാം കള്ളമാണ്, പച്ചക്കള്ളമാണ്. അതേപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തുള്ളവരാണ് ആര് വിന്നറാകണം, ആര് പുറത്തു പോകണം എന്ന് തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അഖിൽ മാരാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് 2 ആഴ്ച മുമ്പ് ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും നല്ല വൈൽഡ് കാർഡ് എൻട്രിയായി വന്ന് ബിഗ് ബോസ് ഷോയെ തന്നെ മാറ്റിമറിച്ച ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സിബിൻ്റെ അപ്രതീക്ഷിതമായ പുറത്തുപോക്ക് സിബിൻ്റെ ആവശ്യപ്രകാരമല്ല, സിബിന് കിറ്റ് ചെയ്തതല്ല. ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തു പോകണം, അതായത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് താങ്കളെ പുറത്താക്കുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ സിബിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സിബിനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമവും ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർക്കിടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അഖിൽ മാരാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് സാമ്പത്തികപരമായും അതേപോലെ തന്നെ ശാരീരികപരമായും മത്സരാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന ഒരു ലോബി തന്നെ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്കിടയിലും ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന 2 പേരാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നതും എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ അഖിൽ മാരാർ ഓരോ ലൈവിലൂടെയും പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം തൻ്റെ അടുത്ത് കൃത്യമായ തെളിവുകളുണ്ട്. തെളിവുകൾ ഇല്ലാതെ യാതൊന്നും അഖിൽ മാരാർ സംസാരിക്കില്ല, എല്ലാത്തിനും തെളിവുകളുണ്ട് എന്നാണ് അഖിൽ മാരാർ മുന്നോട്ട് വെച്ചിട്ടിരിക്കുന്നത്. ഇതിനെ എതിർത്തുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ബിഗ് ബോസ് മുൻ വർഷത്തെ മത്സരാർത്ഥികളും അതേപോലെ തന്നെ കുറച്ച് മീഡിയ പ്രവർത്തകരും യൂട്യൂബ് ചാനൽസിലെല്ലാം ഇതിൻ്റെ ശക്തമായ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അഖിൽ മാരാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ സെലക്ട് ചെയ്യാൻ ശാരീരികമായി ഞങ്ങളോട് വഴങ്ങണമെന്ന് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലോടെ ഒരു മത്സരാർത്ഥി, അതായത് ബിഗ് ബോസ് സീസണിൽ മത്സരാർത്ഥി അല്ലാതെ അതിൻ്റെ ഇൻ്റർവ്യൂ ഓഡിഷൻ അറ്റൻഡ് ചെയ്ത ഒരു സ്ത്രീ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവർ തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് അഖിൽ ഉന്നയിച്ച ഈ ആരോപണങ്ങൾ ശരിവെക്കും രീതിയിലുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ അഖിൽ മാരാർ പറയുന്നത്, അതായത് ഓൾറെഡി മത്സരത്തിലൊക്കെ പങ്കെടുത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അവരാരും തന്നെ പുറത്തു വരില്ല. കാരണം അതിൽ അവരുടെ പങ്ക് ഉണ്ട്, അവരുടെ ഇഷ്ടപ്രകാരമാണ് പങ്കെടുത്തിട്ടുള്ളത്, ഇതിനെല്ലാം വഴങ്ങിക്കൊടുത്തിട്ടുള്ളത് എന്ന് അഖിൽ മാരാർ പറയുമ്പോഴും ബിഗ് ബോസിന്റെ കള്ളത്തരങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. പ്രേക്ഷകരാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്ന് മോഹൻലാൽ ഇടയ്ക്കിടെ പറയുമ്പോഴും അതിന്റെ ജെനുവിനിറ്റിയെ, അതിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അഖിൽ മാരാറും കുറച്ച് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസുകളെല്ലാം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. അതായത് ലാസ്റ്റ് 2-3 ദിവസത്തെ ബിഗ് ബോസിന്റെ TRP തന്നെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ, അതായത് നല്ല TRP ഉണ്ടായിരുന്ന ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നല്ല മത്സരാർത്ഥികളെ, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഏതെങ്കിലും വിധേന അവരെ പുറത്താക്കാനുള്ള ഒരു സമീപനമാണ് ബിഗ് ബോസ് സീസൺ 6 കൈകാര്യം ചെയ്യുന്ന ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എൻഡോമോൾ ഷൈനും ഇതിൽ യാതൊരു വിധത്തിലുള്ള പങ്കും ഉണ്ടാവാൻ സാധ്യതയില്ല. അവരുടെ അറിവോടെയല്ല, കാരണം അവർ പ്രൊഡ്യൂസേഴ്സ് മാത്രമാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ ആര് മത്സരിക്കണം എന്നുള്ള ഇന്റർവ്യൂവിലൊക്കെ ആരെ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതൊക്കെ ഏഷ്യാനെറ്റിന്റെ ആളുകളാണ്. അതേപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന 2 പേരാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് എന്ന് അഖിൽ മാരാർ ഉറപ്പിച്ചു പറയുമ്പോൾ നമുക്ക് ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമുക്ക് വരും ആഴ്ചകളിൽ കാണാം എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നത്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഹോസ്റ്റ് ചെയ്യുന്ന മോഹൻലാലിന്റെ ലാസ്റ്റ് 2 ആഴ്ചത്തെ എപ്പിസോഡ്, വീക്കെൻഡ് എപ്പിസോഡ് കാണുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ഇതിന്റെ ഒരു എപ്പിസോഡ് പോലും കാണുന്നില്ല. തന്റെ ഇയർഫോണുകളിലൂടെ ലഭിക്കുന്ന ഇൻഫർമേഷൻ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മാത്രമാണ് ലാലേട്ടൻ ചെയ്യുന്നത് എന്ന് നമുക്ക് സിബിന്റെ ഇഷ്യൂയോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. മുഴുവനായും ലാലേട്ടൻ കാണുകയാണെന്നുണ്ടെങ്കിൽ സിബിന്റെ ഇഷ്യൂ ഈ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് വെക്കേണ്ട, ഇത്രയും അധികം ഇൻസൾട്ട് സിബിനെ ആ വീക്കെൻഡ് എപ്പിസോഡിൽ പറയേണ്ടിയിരുന്നില്ല, അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സിബിൻ തന്നെ ആ ബിഗ് ബോസ് ഹൗസിൽ നല്ലൊരു മത്സരാർത്ഥിയായി തുടരാൻ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇത് ബിഗ് ബോസ് അണിയറ പ്രവർത്തകരിൽ അല്ലെങ്കിൽ ഡയറക്ടറിന്റെ ഇൻഫർമേഷൻ അനുസരിച്ച് ചലിക്കുന്ന ഒരു പാവയായി ലാലേട്ടൻ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് സിബിൻ പുറത്തു പോകാനുള്ള കാരണം, അതായത് സിബിനെ ശിക്ഷിക്കാനും ശാസിച്ചുകൊണ്ടുള്ള മോഹൻലാൽ പറയുമ്പോൾ പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരമാണ്, പ്രേക്ഷകർ പറയുന്നതാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ മോഹൻലാലിനെ കൊണ്ട് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ പറയിപ്പിച്ചു എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് മുമ്പത്തെ വീക്കെൻഡ് എപ്പിസോഡുകളെല്ലാം മോഹൻലാൽ അനായാസം കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് 2 ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാൽ കറക്റ്റായിട്ട് തന്റെ ചെവിയിലേക്ക് വരുന്ന ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കേട്ടുകൊണ്ട് വളരെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് മറുപടി പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് നമുക്കൊരു അരോചകമായി തോന്നാൻ സാധിക്കുന്നു. സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഞാൻ എവിടെയാണെന്നുണ്ടെങ്കിലും എപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പിസോഡോ അതേപോലെ തന്നെ അതിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 2 ആഴ്ചയായിട്ടോ ഒരാഴ്ചയായിട്ട് എനിക്ക് അത് കാണാനുള്ള ഒരു താല്പര്യമില്ല. ഇത് തന്നെയായിരിക്കും എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ജെന്യൂനിറ്റി, അതായത് ഇത്രയും അധികം മലയാളികളെ മണ്ടന്മാരാക്കിക്കൊണ്ട് തങ്ങളുടെ ഇഷ്ടപ്രകാരം തങ്ങൾക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എവിടെ നിന്നാണ് ലഭിക്കുന്നത് അവരെ മുന്നോട്ട് കൊണ്ടുപോകുക, അവരെ വിന്നറാക്കുക എന്നുള്ള ഒരു ഇതാണ് ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അതിൽ കുറച്ചൊക്കെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു.
ഇനി മുൻ ആഴ്ചകളിൽ നടന്നതുപോലെ തന്നെ വരും ആഴ്ചകളിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഒരു ഇഷ്യൂ, ബിഗ് ബോസിന്റെ പുറത്ത് നടക്കുന്ന ഈ ഒരു ഇഷ്യൂ, അഖിൽ മാരാർ ഉന്നയിച്ച ഈ ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഈ ഇഷ്യൂ അടുത്ത ആഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ അഡ്രസ് ചെയ്യുമോ? അതായത് സിബിന് പുറത്തു പോയത് സിബിന്റെ കാരണത്താൽ അല്ല എന്ന് മാറ്റി പറയാൻ ലാലേട്ടന് സാധിക്കുമോ? ഒരിക്കലുമില്ല. കാരണം ഈ ഒരു ഷോ മുന്നോട്ട് പോകേണ്ടത് ഏഷ്യാനെറ്റിന്റെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെ അത് ഏകദേശം അവരൊരു സ്ക്രിപ്റ്റഡ് രൂപത്തിലാക്കി മോഹൻലാലിനെ, അതായത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ സിബിന്റെ കാര്യം പറയാതെ പറഞ്ഞ് ക്ലോസ് ചെയ്യിപ്പിക്കുന്നതും, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഒരു പഴഞ്ചൊല്ല, ഒരു പരിപാടിയൊക്കെ കൊണ്ടുവന്ന് ആ എപ്പിസോഡിനെ ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മോശമായ വീക്കെൻഡ് എപ്പിസോഡായി കഴിഞ്ഞ ആഴ്ച മാറിയിരിക്കുന്നതിനുള്ള കാരണം ഈ ഒരു അഖിൽ ഉന്നയിച്ച ഈ ഒരു പ്രശ്നങ്ങളും, അതുപോലെ തന്നെ സിബിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന സിബിന് പുറത്തു പോയതുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു. മോഹൻലാലിന്റെ ആ ഒരു ശരീരഭാഷ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോഹൻലാലിന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവോ, അതേപോലെ തന്നെ എപ്പിസോഡ് എന്ത് നടന്നു എന്നുള്ള യാതൊരു വിധത്തിലുള്ള അറിവോ ഇല്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് കാണാം അടുത്ത ആഴ്ചയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, ലാലേട്ടൻ എന്താണ് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. താങ്ക് യു സോ മച്ച്.